ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സുജയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. തേവലക്കര സ്കൂളിലെ പ്രധാനാധ്യാപികയ്ക്ക് സസ്പെൻഷൻ. തേവലക്കര സ്കൂളിലെ പ്രധാനാധ്യാപികയായ എസ് സുജയ്ക്ക് സസ്പെൻഷൻ. സ്കൂളിലെ വിദ്യാർത്ഥിയായ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് നടപടി. പ്രധാനാധ്യാപികയെ ഉടൻ സസ്പെൻഡ് ചെയ്യുവാൻ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാവിലെ പറഞ്ഞിരുന്നു. മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ സർക്കാർ സസ്പെൻഡ് ചെയ്യും എന്നാണ് മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. സ്കൂളിൽ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനാധ്യാപികയായ സുജയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നാണ് മാനേജർ ആർ തുളസീധരൻ പിള്ള പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. സ്കൂളിലെ മുതിർന്ന അധ്യാപികയായ ജി മോളിക്കാണ് പകരം ചുമതല. ആയൂരിൽ വസ്ത്രവ്യാപാരശാല ഉടമയെയും മാനേജറായ യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കട ഉടമ കോഴിക്കോട് സ്വദേശി അലി, സ്ഥാപനത്തിലെ മാനേജർ ദിവ്യമോൾ എന്നിവരെയാണ് കടയുടെ പിന്നിലെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദിവ്യമോൾ വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും മരണകാരണം വ്യക്തമല്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സങ്കൽപ്പിക്കാനാവാത്ത നഷ്ടം. സ്കൂളുകളിൽ അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കണം. ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും സമയബന്ധിതമായ പൊതു ഓഡിറ്റ് നടത്തണമെന്നും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ വിദ്യാർത്ഥിയായ മിഥുൻ മരിച്ച സംഭവത്തിലാണ് രാഹുലിന്റെ പ്രതികരണം. ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും എക്സിൽ രാഹുൽ ഗാന്ധി കുറിച്ചു. കേരള സന്ദർശനം പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് മടങ്ങും മുന്നെയാണ് രാഹുലിന്റെ പോസ്റ്റ്. ധാന്യം പൊടിക്കുന്നതിനിടെ ഷോൾ യന്ത്രത്തിന്റെ ബെൽറ്റിൽ കുടുങ്ങി യുവതിക്ക് ദാരുണാന്ത്യം. വെഞ്ഞാറമൂട്ടിൽ ഫ്ലോർ മില്ലിലെ യന്ത്രത്തിൽ ഷോൾ കുടുങ്ങി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. കാരേറ്റ് പുള്ളിഭാത്ത സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. ധാന്യം പൊടിക്കുന്നതിനിടെ ഷാൾ യന്ത്രത്തിന്റെ ബെൽറ്റിൽ കുടുങ്ങിയാണ് അപകടമുണ്ടായത്. വൈകിട്ട് 3:30യോടെയായിരുന്നു സംഭവം. ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. AK ആന്റണിയുമായി കൂടിക്കാഴ്ച. സെവി പത്മരാജന്റെയും തെന്നലയുടെയും വീട്ടിലെത്തി രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തെത്തി മുതിർന്ന നേതാവ് AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി. കോട്ടയത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുത്ത ശേഷമാണ് രാഹുൽ ഗാന്ധി AK ആന്റണിയെ കാണുവാൻ റോഡ് മാർഗം തിരുവനന്തപുരത്ത് എത്തിയത്. വഴുതക്കാടുള്ള ആന്റണിയുടെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ദീപാദാസ് മുൻഷി, രമേശ് ചെന്നിത്തല തുടങ്ങിയവരും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. അന്തരിച്ച മുതിർന്ന നേതാവ് തെന്നല ബാലകൃഷ്ണ പിള്ളയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ അദ്ദേഹം കണ്ടു. കഴിഞ്ഞ ദിവസം അന്തരിച്ച കോൺഗ്രസ് നേതാവ് സെവി പത്മരാജന്റെ കൊല്ലത്തെ വീട്ടിലും രാഹുൽ പോയിരുന്നു. മാറ്റിയത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട്. റീൽസ് മന്ത്രിയായി റിയാസ്. ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം പുനഃസ്ഥാപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കണ്ണൂർ പയ്യാമ്പലത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം പുനഃസ്ഥാപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് ഫലകം സ്ഥാപിച്ചത്. DTPC ഫലകം സ്ഥാപിക്കില്ലെന്ന് മനസ്സിലായതോടെയാണ് പാർട്ടി പ്രവർത്തകർ ഫലകം സ്ഥാപിക്കുവാൻ തീരുമാനിച്ചതെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. DTPCക്കും കലക്ടർക്കും കത്തയച്ചുവെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചില്ല. ഫലകം നീക്കിയതുമായി ബന്ധപ്പെട്ട് പരിഹാസ രൂപേണയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകിയത്. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ്. കുപ്പത്തൊട്ടിയിൽ പരിഹസിക്കുന്ന രീതിയിലാണ് ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം കൊണ്ടുവച്ചത്. റീൽസ് മന്ത്രിയായി റിയാസ് മാറി. എല്ലായിടത്തും ഇത്തരത്തിൽ ഫലകങ്ങൾ എടുത്തുമാറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. രാജാവും മകനും. മോഹൻലാലും പ്രണവും ഒന്നിച്ചുള്ള വീഡിയോ പങ്കുവച്ച് ബോബി കുര്യൻ. മോഹൻലാലും മകൻ പ്രണവും ഒന്നിച്ചുള്ള റീൽ പങ്കുവച്ച് നടൻ ബോബി കുര്യൻ. രാജാവും മകനും എന്ന അടിക്കുറിപ്പോടെയാണ് റീല് പങ്കുവച്ചത്. കയ്യിലൊരു ബാഗുമായി മുന്നിൽ നടക്കുന്ന പ്രണവിനെ വീഡിയോയിൽ കാണാം. തൊട്ടു പിന്നിലായി മോഹൻലാലുമുണ്ട്. വീഡിയോ എടുക്കുന്നത് കണ്ട് മോഹൻലാൽ ക്യാമറ നോക്കി ചിരിക്കുന്നുണ്ട്. സാഗറില്ലാസ് ജാക്കിയുടെ BGM ഇട്ടാണ് ബോബി കുര്യൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. കൺകെട്ട വിദ്യയിലൂടെ പറ്റിക്കപ്പെട്ടു.
വല്ലാത്തൊരു പേടിപ്പിക്കുന്ന അനുഭവം. തട്ടിപ്പിനിരയായി നടി അനാർക്കലിയും അമ്മ ലാലിയും. മുംബൈയിലെ ദാദറിൽ റെയിൽവേ സ്റ്റേഷനു സമീപത്ത് വച്ച് തട്ടിപ്പിനിരയായെന്ന് വെളിപ്പെടുത്തി നടി അനാർക്കലി മരിക്കാറിന്റെ അമ്മയും അഭിനേതയുമായ ലാലി PM. മക്കളായ ലക്ഷ്മിക്കും അനാർക്കലിക്കുമൊപ്പം ദാദർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ലാലി ഒരു ഓട്ടോ സ്റ്റാൻഡിലെത്തിയ ശേഷം നടന്ന വിചിത്രമായ കാര്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിലൂടെ വിവരിക്കുന്നത്. തട്ടിപ്പിനിരയായെന്ന് മനസ്സിലാക്കുവാൻ ഏറെ സമയമെടുത്തെന്നും നമ്മൾ പോലും അറിയാതെ നമ്മളെ കുടുക്കുന്ന കൺകെട്ട് വിദ്യ ആകെ ഭയപ്പെടുത്തിയെന്നും ലാലി പറയുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.